യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? യാത്ര ചെയ്യാനോ? എനിക്ക് യാത്ര ചെയ്യാൻ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ലക്ഷ്യമല്ല, യാത്രയാണ്. അപ്പോൾ ഞാൻ എവിടെ പോയാലും എനിക്ക് ആ യാത്രയുണ്ടല്ലോ, അങ്ങോട്ട് പോകുന്ന ആ പ്രയാണമാണ് എനിക്കിഷ്ടം. അതാണ് ഒരു എന്താ പറയുക, നമ്മൾ ലണ്ടനിൽ പോകാം, അമേരിക്കയിൽ പോകാം, യൂറോപ്പിൽ പോകാം, എവിടെയെങ്കിലും ഒരു രാജ്യത്ത് പോകുന്നു വെച്ചോ, ഇപ്പോൾ നമ്മൾ ഡൽഹിക്ക് പോകുന്നു അല്ലെങ്കിൽ താജ്മഹൽ പോകുന്നു. താജ്മഹൽ കാണുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം. താജ്മഹലിലേക്ക് എത്തിച്ചേരുന്ന ദൂരമുണ്ടല്ലോ, ആ പ്രയാണം, ആ യാത്രയാണ് എൻ്റെ ഏറ്റവും രസകരമായ അവസ്ഥ. ട്രാവൽ. നമ്മളൊരു നാട് കാണാൻ പോയി താജ്മഹൽ എത്ര കൊല്ലം മുമ്പാണ്, അവിടെ എന്തൊക്കെയായിരുന്നു, ഇവിടെയാണ് ഷാജഹാൻ സിഗരറ്റ് വലിച്ചിരുന്നതൊക്കെ നമ്മൾ നോക്കണം. എനിക്ക് അതൊന്നും താല്പര്യമില്ല. ഞാനത് ഓവറാണ്, ശരി കൊള്ളാൻ കേട്ടില്ല എന്നല്ലാതെ. പക്ഷേ അതുപോലെ എത്തുന്ന അതിൻ്റെ പരിസരങ്ങൾ, അതിൻ്റെ രണ്ട് സൈഡിലും കാണുന്ന അങ്ങ് എത്തുന്നവരെ രണ്ട് റോഡിൻ്റെ അല്ലെങ്കിൽ ഈ നിരത്തിൻ്റെ അല്ലെങ്കിൽ ഏത് യാത്രാമാർഗ്ഗമാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ കാണുന്ന ജീവിതങ്ങളിലാണ് കുറച്ചുകൂടെ എനിക്ക് കാണാൻ ആഗ്രഹം. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ട് ലോകാത്ഭുതങ്ങൾ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്, ഞാൻ നയാഗ്ര വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. എന്നാൽ ബഫല്ലോ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ ആ വെള്ളച്ചാട്ടം കണ്ടിട്ടില്ല. താജ്മഹൽ ഞാൻ കണ്ടിട്ടില്ല, അതാണ് എൻ്റെ ഒരു വലിയ സത്യം. ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല. ഞാൻ കൽക്കട്ടയിൽ പോയിട്ടില്ല, ഞാൻ ബംഗാളിൽ അങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ പോകാറുണ്ട്. പക്ഷേ മറ്റു പലരും പോകാത്ത സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടാവും. സർ, ഫോട്ടോഗ്രാഫി ഹോബിയാണെന്ന് പറഞ്ഞില്ലേ, എങ്ങനത്തെ ഫോട്ടോഗ്രാഫിയാണ്? വൈൽഡ് ലൈഫ്? ഞാൻ അങ്ങനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ഒന്നുമില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടം പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയാണ്. പിന്നെ ലൈറ്റ് ആൻഡ് ഷെയ്ഡിലുള്ള ഫോട്ടോഗ്രാഫി, ഒട്ടും നാച്ചുറൽ ലൈറ്റിൽ, പിന്നെ നല്ല ഭംഗിയുള്ള, ഇപ്പോൾ മുഖങ്ങളായാലും ശരി, പൂക്കളായാലും ശരി, ഈ പക്ഷികളായാലും ശരി, അങ്ങനെയുള്ള പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയോടാണ് എനിക്ക് താല്പര്യം. അതിനെനിക്ക് കുറേ ലെൻസും ക്യാമറയൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു വലിയ വിദഗ്ധനൊന്നുമല്ല ഞാൻ. ഈ പറഞ്ഞ പോലെ അഭിനയത്തിലുള്ള പോലെ തന്നെ ഒരു ആഗ്രഹമേ ഉള്ളൂ. അതൊന്നും ഒരു വലിയ ടെക്നോളജി പഠിച്ചോ അല്ലെങ്കിൽ ഞാൻ തന്നെ ഇത് ഡെവലപ്പ് ചെയ്തോ ഞാൻ തന്നെ പ്രിൻറ്റ് ചെയ്തോ ഒന്നുമല്ല. പക്ഷേ പ്രിൻറ്റിങ്ങും അതിനുള്ള സൗകര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് തന്നെ ഞാൻ തന്നെ ചെയ്യണമെന്നുള്ള വാശിയൊന്നും ഞാൻ പിടിക്കാറില്ല. ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ്. ഫോട്ടോഗ്രാഫിയുടെ ഒരു ഭംഗിയെന്ന് പറഞ്ഞാൽ നമ്മുടെ അറസ്റ്റിങ് എ മൊമെൻ്റ് ഓഫ് യുവർ ലൈഫല്ലേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിയാതെ പോകുന്ന ഒരു മിനിറ്റാണ് എൻ്റെ കയ്യിൽ വരുന്നത്. അതിനുള്ളൊരു ത്രില്ലുണ്ടല്ലോ. ഇപ്പോൾ പല ആളുകളും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മുടെ മുഖത്തിൻ്റെ ഒരു ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പിടിക്കില്ല ആൾക്കാർ. അത് അങ്ങനെയൊക്കെ ഇപ്പോൾ ഉണ്ടോണ്ടിരിക്കുന്ന ചില ആൾക്കാർ അതൊക്കെ പിടിച്ച രസമായിരിക്കും. നമുക്ക് തന്നെ കാണുമ്പോൾ രസമുണ്ടാവും. അത് നമ്മുടെ അറസ്റ്റിങ് ഓഫ് എ മൊമെൻ്റാണ്. അത് വിത്തൗട്ട് ദെയർ നോളജ്. പക്ഷേ അതൊരു കളവാണ് ചെയ്യുന്നത്. ഒരാളുടെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു ജസ്റ്റിക്കുലേഷൻ നമ്മൾ അവരെ അറിയാതെ എടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഫെയർ. പക്ഷേ ചിലരോട് നമ്മൾ ആകുമ്പോൾ ആളുകൾ സാധാരണ വിരോധം കാണിക്കാറില്ല. പിന്നെ ഒരിക്കലും അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. ഞാനത് ഉപയോഗിക്കാറില്ല. ഐ വിൽ നോട്ട് കീപ്പ് ഇറ്റ്. അപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഞാൻ അറസ്റ്റ് ചെയ്ത മൊമെൻറ്റ് ഞാൻ എടുത്ത് വെക്കരുത്. ഞാൻ ആരെങ്കിലും പടം എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു വിരോധം ഉണ്ടാകാറ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രസകരമായ ഹോബി. പക്ഷേ മൂവി ക്യാമറയിൽ അങ്ങനെയല്ല. മൂവി ക്യാമറയിൽ നമുക്ക് കോൺഷ്യസ് ആവാം. നമ്മളിപ്പോൾ എടുക്കുന്നത് ഇപ്പോൾ ശരിയല്ല, അത് ആ മൊമെൻറ്റ് അറസ്റ്റ് ആവില്ല. ശരിക്കും അങ്ങനെ ഒരു മൂവിയല്ലേ. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സർ, വൈഫിനെ കുറിച്ച് ഒന്നും കൂടി ചോദിക്കണം. അധികം പൊതുവേദികളിലൊന്നും കാണാറില്ല സുൽജി ചേച്ചി? പൊതുവേദികളിലൊക്കെ കാണാറുണ്ടല്ലോ. എവിടെയുള്ള പൊതുവേദികൾ വരാത്ത? പൊതുവേദി വെച്ചാൽ മീറ്റിങ്ങിനും യോഗത്തിനൊക്കെ ഞാൻ പോകുന്നത് തന്നെ വിളിക്കുമല്ലോ അദ്ദേഹത്തിന്. സാധാരണ ഫംഗ്ഷൻസിനൊക്കെ വരാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മാതൃഭൂമിയുടെ അവാർഡിനൊക്കെ നമ്മൾ വന്നിരുന്നല്ലോ. ഒന്നിച്ച് പോകുന്ന സ്ഥലത്തൊക്കെ ഒന്നിച്ച് പോകും. ഞാനൊരു കല്യാണത്തിന് പോകണോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകേണ്ട സ്ഥലത്തൊക്കെ ഞാൻ കൊണ്ടുപോകും. ഭാര്യയെ കൂട്ടിക്കൊണ്ട് പോകേണ്ട സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ സാറിനെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ തിളങ്ങാൻ പറ്റിയ ഒരു അവസരം ഭാര്യയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുമോ? ഞാൻ എന്തിനാ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത്? അവൾക്ക് പക്ഷേ ഇപ്പോൾ ഏറ്റവും തിളങ്ങുന്നൊരു പൊസിഷനിലായിരിക്കുന്നത് എൻ്റെ ഭാര്യയായിട്ട്. അവൾക്ക് ഏറ്റവും ഇഷ്ടം അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡ്രസ്സസിനോട് സ്വതവേ എങ്ങനെ ക്രൈസ്? കുറച്ച് ക്രൈസ് ഉള്ള ആളാണ്. കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമുള്ളൂ. അതെങ്ങനെയാ? അത് പക്ഷേ പൊതുവേ എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ ഒക്കെ എൻ്റെ ഡ്രസ്സ് എന്നെ അണിയിച്ചൊരുക്കാൻ വലിയ താല്പര്യമുള്ള കൂട്ടരാണ്. എൻ്റെ ഇപ്പം തന്നെ നമ്മൾ ഓരോ ഡ്രസ്സ് ഇടുമ്പോഴും അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മാറ്റുന്നതും ഒക്കെ പിള്ളേരും ഭാര്യയും കൂടെ തന്നെ. എനിക്ക് എൻ്റെ മോനും ഒക്കെ ഡ്രസ്സ് വാങ്ങിച്ചു തരാറുണ്ട്. ഇപ്പോൾ സാധാരണ അച്ഛന്മാരും മക്കൾക്കെല്ലാം വാങ്ങിച്ചു കൊടുക്കുക. എൻ്റെ മോനപ്പോൾ അവൻ പഠിച്ചു വരുമ്പോൾ എനിക്ക് കുറച്ച് പൈസ വേണം. പൈസ അവനല്ല, എനിക്ക് ഡ്രസ്സ് മേടിക്കാൻ അവൻ പൈസ തരുന്നത്. ഇപ്പോൾ ഇതൊക്കെ അവൻ മേടിച്ചു തന്നതാണ്. അങ്ങനത്തെ ആളാണ് ഞാൻ. എൻ്റെ ഭാര്യ എനിക്ക് ഡ്രസ്സ് മേടിച്ചു തരും. അത്യാവശ്യമൊക്കെ ഞാനും വാങ്ങിക്കും. അപ്പോൾ വസ്ത്രധാരണത്തിലും ഫാഷനിലൊക്കെ ശ്രദ്ധിക്കുന്നത് കുടുംബത്തിലുള്ളവരാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം ഏതാ? അഭിനയിച്ച ഫിലിം തന്നെ ആവണമെന്നില്ല. അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയെ പറ്റി പറയാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ എനിക്ക് സിനിമ എന്ന് പറയുന്ന ആ മീഡിയയാണ് ഇഷ്ടം. എല്ലാ സിനിമയും നല്ലതും തീറ്റയും അല്ലെങ്കിൽ സിനിമയുടെ ക്വാളിറ്റിയെ നോക്കാതെ സിനിമ കാണുന്നതാണ്. അത് അങ്ങനെ ഒരു ഇഷ്ടപ്പെട്ട സിനിമയല്ല. സിനിമ എനിക്കെല്ലാം ഇഷ്ടമാണ്.
സിനിമ എന്ന് പറയുന്ന എന്താണ് ആ ടെക്നിക്ക് അല്ലെങ്കിൽ ആ മീഡിയ അതേ ഉള്ളത്. നല്ലത് ചീത്ത എന്ന് പറയാൻ എല്ലാവരും പറയുന്ന സിനിമകളൊക്കെ തന്നെ നല്ലതെന്ന് പറയേണ്ടി വരും. അങ്ങനെ പറയണ്ടെന്ന് വെച്ചിട്ടാണ്. നേരത്തെ സൂര്യമാനസത്തിൽ ചെയ്ത കഥാപാത്രം ഉണ്ടല്ലോ, പുട്ടുറുമീസ്. അതിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? പുട്ടുറുമീസ് നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളായിരുന്നല്ലേ. പക്ഷേ എൻ്റെ കഥയിൽ ചില്ലറ കുഴപ്പങ്ങളായി പോയതുകൊണ്ടാണ് ആ പടം അത്ര രസകരമല്ലാതെ പോയത്. അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ വെച്ച് എനിക്ക് നഷ്ടം ആ പടം, ആ കഥ. നമുക്കൊക്കെ അതൊരു വിഷമമാണ്, കാരണം ഈ സൗന്ദര്യം ആസ്വദിക്കാൻ കൂടെയാണല്ലോ സിനിമ. അല്ല അതല്ല, പക്ഷേ അതിനകത്ത് ആ ക്യാരക്ടറിന് നമുക്ക് അത് കറക്റ്റ് പ്ലേസിങ് ഒക്കെ ആയിരുന്നെങ്കിൽ അങ്ങനെ ആകുമ്പോൾ മൃഗയിലെ അയാൾക്ക് കാണാൻ ഒരു ഭംഗിയില്ല, ഭയങ്കര വൃത്തികെട്ടാണല്ലേ അയാൾ. നല്ല അതുപോലെ തന്നെ ഇതും വന്നേനെ. അതിന്റെ കഥയിൽ കഥാസന്ദർഭങ്ങൾ കൃത്യമാകാതെ പോയത് കൊണ്ടാണ്. അല്ല, എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനെ ആക്കണമെങ്കിൽ അത്ര ഭംഗിയൊന്നും ഇല്ലാത്ത ഒരാളെ വെച്ച് ചെയ്താൽ പോരായിരുന്നു. അത് കാര്യമില്ല, നമ്മൾ അങ്ങനെയുള്ള ഒരാൾ ചെയ്താലും മതിയല്ലോ. അങ്ങനെയുള്ള ഒരാൾ ചെയ്യുമ്പോഴല്ലേ ഭംഗിയുള്ള. അങ്ങനത്തെ ഒരാളിപ്പോൾ ഒരു കൂടുതൽ സമയം നമ്മളിങ്ങനെ ഇത് എന്തൊക്കെയാണ് വ്യത്യാസം വരുത്തിയിരിക്കണേ നോക്കിയിട്ടാണ് പോണത്. സിനിമ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് മാറും. നമ്മൾ കറക്റ്റ് കഥാപാത്രമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ലാങ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ വിധേയൻ കണ്ടെന്ന് വെച്ചാൽ വിധേയൻ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ആളുടെ ഭംഗിയും കാര്യങ്ങളും അങ്ങോട്ട് മറക്കും. കുറച്ച് കഴിയുമ്പോൾ മറക്കും. പിന്നെ മറ്റേയാളായി അതുപോലെ മറക്കാൻ പറ്റിയ തരത്തിൽ അതായില്ല എന്നുള്ളതുകൊണ്ടാണ് അത് വിജയിക്കാതെ പോയത്. ഇപ്പോൾ മൃഗയിൽ വന്നപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അയാൾ നാച്ചുറലായിട്ട് ആളായി. അമരത്തിൽ വന്നപ്പോൾ നിങ്ങൾ ആ സ്ലാങ് ഒക്കെ ഒരു ഭാഷയല്ല പറയുന്നത്, ആ ഭാഷയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോൾ കറക്റ്റായി, മറ്റേതും കിട്ടും. അതിനകത്ത് സംഭവിച്ചു പോയത് അതൊരു നഷ്ടമാണ്. അങ്ങനെ പലതും സംഭവിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇത് വിട്ടുവന്നേ ഉള്ളൂ. സാർ പേഴ്സണലായിട്ട് പുതുമുഖ നടന്മാരെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്? ഞാൻ പുതുമുഖ നടന്മാരെ പ്രൊമോട്ട് ചെയ്യാന്ന് വെച്ചാൽ എല്ലാ നടന്മാരും എന്നോട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ചെറിയ പിള്ളേരല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ റെക്കമെൻഡ് ചെയ്യാം. അങ്ങനെ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവർക്കൊക്കെ അവസരങ്ങളില്ലേ, അങ്ങനെ റെക്കമെൻഡേഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഇനി ഒരു വലിയ ലോട്ടല്ലേ, ഒരു ചാക്ക് പുതുമുഖങ്ങളുണ്ട് ഇപ്പോൾ. സാറിൻ്റെ അഭിപ്രായം? നന്നാവും, പക്ഷേ എഫേർട്ട് എടുക്കണമല്ലോ വരും പിള്ളേർക്ക്. കാരണം വെച്ചാൽ എപ്പോഴും ഈ കുറേ പേര് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക ഇപ്പോൾ അല്ലേ. കുറേ പേര് പരീക്ഷ എഴുതി, കുറേ പേര് അത് പാസ്സായി. ഇനിയിപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായിട്ടാണ് ഇവർ സെലക്ട് ചെയ്യുന്നത് നല്ല ആക്ടേഴ്സ്. ഇപ്പോൾ ഒരു പരീക്ഷണ സമയങ്ങളിലാണ്. അവരിൽ കഴിവുള്ളവരും കഷ്ടപ്പെടാനും സ്ട്രെയിൻ എടുക്കാനും തയ്യാറായിട്ടുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് വരും എല്ലാവരും. പക്ഷേ പലതരത്തിലും പലതും പല ക്വാളിറ്റീസും ഉള്ളവരാണ്, പലതും കൊണ്ടും ഗുണമുള്ളവരാണ്. അങ്ങനെ അതുപോലെ പുതിയ പെണ്ണുങ്ങൾ, പക്ഷേ വളരെ ചെറുതാണ് ഇതൊക്കെ, അതാണ് കുഞ്ഞുങ്ങളാണ്. ഈ ഒരു 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് വരുന്നത്. കുറച്ചുകൂടെ മെച്ചുവറായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് അഭിനയിക്കാൻ വരാം അല്ലേ. എല്ലാം ഈ പുതുമുഖങ്ങളെന്ന് പറയുമ്പോൾ എല്ലാം 14 വയസ്സ് 15 വയസ്സുള്ള പുതുമുഖങ്ങളാണ്, അതല്ലല്ലോ. കുറച്ചുകൂടെ മെച്ചുവറായിട്ടുള്ള പെണ്ണുങ്ങൾ വന്നാലേ നമുക്കൊക്കെ വേഷം പറ്റുള്ളൂ. അല്ല നമ്മൾ ഈ കൊച്ചുകൂടെ അങ്ങളോട് അച്ഛനായിട്ട് അഭിനയിക്കേണ്ടി വരും. അതുകൊണ്ടായി കുഴപ്പം. കുറച്ചുകൂടെ പ്രായമുള്ള സ്ത്രീകൾ അഭിനയിക്കാൻ പുതുമുഖങ്ങൾ വന്നാൽ നമുക്കൊക്കെ ഗുണമുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പം ഇല്ലെങ്കിൽ പിന്നെ ഇവരൊക്കെ പ്രായമാവുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത്ര അനുസരിച്ച് പ്രായമാവും. അത് വലിയ പുലുവല. ഇപ്പോൾ നല്ല ടാലൻറ്റഡ് ആണ് നവ്യ നായർ, മീര ജാസ്മിൻ, കാവ്യ മാധവൻ, ഈ ഭാവന ഒക്കെ നല്ല നല്ല കഴിവുള്ള കുട്ടികളാണ്. അതുപോലെ പക്ഷേ ഇവർക്ക് ഇനിയും മെച്ചുവറാവണം, വലുതാവണം. ഇപ്പോൾ ഈ പിള്ളേരെ കൊടുത്ത അങ്ങനത്തെ റോളുകൾ അഭിനയിക്കാൻ പറ്റുള്ളൂ. അതുപോലെ പിള്ളേരൊക്കെ നല്ലതാണ്. ഇപ്പോൾ എനിക്ക് രാഘവൻ്റെ മോനൊക്കെ നല്ല രസമായിരുന്നു. രാഘവൻ്റെ മോൻ, ഭരതചന്ദ്രൻ മോൻ, പിന്നെ സുഖേട്ടൻ്റെ മോൻ, അങ്ങനെ ഈ താരപുത്രന്മാരൊക്കെ നല്ലതാണ്. നല്ലതെന്ന് വെച്ചാൽ അവർ ഒറ്റയും തന്ത ഒക്കെ അച്ഛനും മാതാപിതാക്കൾക്ക് പേരുദോഷമില്ലാത്തവരാണ്. നമുക്കുണ്ടല്ലോ ഇപ്പോൾ സായികുമാർ, മുകേഷ്, വിജയരാഘവൻ, അവരൊക്കെ നല്ല പാരൻറ്റേജ് ഉള്ളവരല്ല, അത്ര വലിയ വലിയ ആക്ടേഴ്സിൻ്റെ മക്കളല്ല. അവർക്ക് എന്തെങ്കിലും അഡ്വൈസ് കൊടുക്കാനുണ്ടോ? സീനിയർ മോസ്റ്റ് എന്നുള്ള നിലയ്ക്ക്. സീനിയർ മോസ്റ്റ് മധുസാറാ. സീനിയർ മോസ്റ്റ് അല്ല ഞാൻ, എന്നെക്കാളും സീനിയേഴ്സ് ഇല്ല ഇവിടെ. ഞാനൊക്കെ ഒരു അവരെക്കാളൊക്കെ സീനിയറാണ്. അഡ്വൈസ് കൊടുക്കാനെന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നവരെന്നതിനേക്കാളൊക്കെ നല്ല ക്ലൈമറ്റാണ് ഇവിടെ. അവർക്ക് നല്ല കാലാവസ്ഥയാണ്. ഞാനൊക്കെ വരുന്ന സമയത്ത് ഒരു പുതുമുഖം എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സാഹസപ്പെട്ട് പരീക്ഷിക്കേണ്ട കാലമാണ്. എന്നുവെച്ചാൽ അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല ഒരാൾക്ക്. ഒരു അവസരം ഉണ്ടാകാൻ, ഒരു കഴിവ് തെളിയിക്കാൻ ഒരു അവസരത്തിന് തീരെ ബുദ്ധിമുട്ടില്ല. ആർക്കും അവസരങ്ങളുണ്ട്. കഴിവ് തെളിയിക്കാൻ മാത്രമേ ഉള്ളൂ. അവർ പ്രൂവ് ചെയ്യണം. അത് പ്രൂവ് ചെയ്തൊരു പ്രശ്നമില്ല. ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട, ആരുടെയും സഹായം ഇല്ലാതെ തന്നെ തന്നെയേ വരും. കഴിവ് തെളിയിക്കാൻ ഇപ്പോൾ
അല്ലെങ്കിൽ കഴിവുണ്ടാക്കി കൊടുക്കാൻ ആർക്കും പറ്റില്ല, അവനവൻ്റെ കഴിവുകൊണ്ടേ വരും. സർ, ഈ പ്രശസ്തിയും ഈ പബ്ലിസിറ്റിയൊക്കെ കാരണം എപ്പോഴെങ്കിലും ഇത് ശല്യം ആയിട്ട് തോന്നിയിട്ടുണ്ടോ? എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ റോട്ടിൽ കൂടെ പോയി നടന്നവിടെ പോയി ബീഡി പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാൻ പറ്റില്ല. ഫ്രീഡം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ചായ അവിടെ കിട്ടില്ല, പിന്നെ അവിടെ പോയി ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഫ്രീഡം നഷ്ടപ്പെട്ടു? ആരെങ്കിലും ഫ്രീഡം നമ്മുടെ എടുത്തുകൊണ്ട് പോയിട്ടില്ല. നമ്മളായിട്ട് തന്നെ ഇതിനകത്ത് വന്ന് നമ്മളായിട്ട് ഇത് ഫ്രീഡം നശിച്ചില്ല. അപ്പോൾ പിന്നെ അതിനെപ്പറ്റി മിണ്ടായിരിക്കുക. എൻ്റെ ഫ്രീഡം പോയി എനിക്ക് റോട്ടിൽ ഇറങ്ങി നടക്കാൻ ഇയാളോട് ആരും പറഞ്ഞു ചെയ്യാൻ ഇല്ലേ? നമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ താൻ പോയി സിനിമയിൽ അഭിനയിക്കണമെന്ന്. നമ്മൾ തന്നെ പോയി സിനിമയിൽ അഭിനയിച്ച് ആളുകൾക്ക് ഇഷ്ടമായി, ആളുകൾ നമ്മളോട് കൂടുന്നതിന് പിന്നെ ആളുകൾ എൻ്റെ അടുത്ത് വരാൻ പാടില്ല കൂടെ എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഇത് നമ്മൾ തന്നെ വേണമെന്ന് വെച്ച് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ആരും കുറ്റപ്പെടുത്തണ്ട. ആളുകൾ വരും, ശല്യപ്പെടുത്തും, അതൊക്കെ അനുഭവിച്ചോളുക. അല്ലാതെ എന്നെ ആളുകൾ ശല്യപ്പെടുത്തുന്നു, ഞാൻ ദൈവപുത്രനോ ദേവദൂതനൊന്നും അല്ലല്ലോ, മനുഷ്യനല്ലേ. അപ്പോൾ ആ മനുഷ്യൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഗുണവും ദോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ട് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് എൻ്റെ ഇപ്പം പ്രൈവസി പോയി. അപ്പോൾ സിനിമയിൽ അഭിനയിക്കണ്ട. ഏത് വേണം? പ്രൈവസി വേണോ സിനിമയിൽ അഭിനയിക്കണം? എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്നതാണ് നല്ലത്. പ്രൈവസി ഞാൻ വേറെ എവിടെയെങ്കിലും ഉണ്ടായിക്കോളാം. സിമ്പിൾ. സാർ, ഒരു നടൻ എന്ന നിലയിൽ സാറിൻ്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? എനിക്ക് പോസിറ്റീവായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആളുകൾ പറയുന്ന പോലെ എനിക്ക് ഡാൻസ് അറിഞ്ഞൂടാ, പാട്ട് പാടാൻ ശരിയാവില്ല, കോമഡി അറിഞ്ഞൂടാ, പിന്നെന്താണ് മറ്റേ ഇത് മിമിക്രി, അങ്ങനത്തെ ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. ഞാൻ നോക്കിയിട്ട് പോസിറ്റീവ് ഒന്നും കാണാനുമില്ല തന്നെ. ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല. പോസിറ്റീവായിട്ട് കാലമൊന്നും കാണിക്കാറില്ല. പിന്നെന്താ കാലിന് മറ്റേ ഇത് നടക്കുന്നത്, പിന്നെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ ഇത്രയധികം റോൾസ്, വെറൈറ്റി റോൾസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സാറിൻ്റെ ഒരു പോസിറ്റീവ് ക്വാളിറ്റി അല്ലേ? അതായത് അഴകിയ രാവണൻ പോലെ ഒരു റോള്, പിന്നെ അത് കഴിഞ്ഞ് സൂര്യമാനസം പോലെ, അല്ലെങ്കിൽ അംബേദ്കറിലെ പോലെ, ഭയങ്കര വ്യത്യാസമായിട്ട്. അത് ക്വാളിറ്റി അല്ലെങ്കിൽ പോസിറ്റീവ് ക്വാളിറ്റി അല്ല, ഞാൻ കഷ്ടപ്പെടുന്നതാണ്, എൻ്റെ എഫർട്ടാണ്, ഞാൻ എൻ്റെ അധ്വാനമാണ്. പോസിറ്റീവ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഐ ഗെറ്റ് ഇൻ ടു ദ റോൾ. അതാണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ ഞാനായിട്ട് അഭിനയിക്കില്ലല്ലോ, മമ്മൂട്ടിയായിട്ടൊരു ക്യാരക്ടർ ആവരുന്ന എന്നാണ് എൻ്റെ ഞാൻ ഏറ്റവും ബുദ്ധിമുട്ട് സഹിക്കുന്നത് അവിടെയാണ്. എന്നെപ്പോലെ ഇരിക്കരുത് റോള്. അത് എന്നെപ്പോലെ ഇരിക്കാത്ത ക്യാരക്ടറുകൾ ചെയ്യാനാണ് എനിക്കിഷ്ടം. എന്നെപ്പോലെ ഇരിക്കുന്ന ക്യാരക്ടറുകൾ ഞാൻ ഫെയിലിയറാണ്. എനിക്ക് ഞാനായിട്ട് അഭിനയിക്കാൻ പറ്റില്ല, മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് വേറൊരു ക്യാരക്ടർ ആകാനാണ് താല്പര്യവും അതിനെ സാധിക്കുകയുള്ളൂ. അതിലപ്പോൾ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിരിക്കും. ഈ കൈ കൊണ്ട് കാണിക്കുന്നത് ബോധപൂർവം ഒഴിവാക്കിക്കൂടെ? ഇപ്പം അത് ഞാൻ ഒരു സിനിമയിൽ കാണിച്ചതല്ലേ, ബോധപൂർവ്വം ഒഴിവാക്കണ്ട. ഒരു സിനിമയിലോ മറ്റേ കാണിച്ചാണത്, അല്ലാണ്ട് എല്ലാ സിനിമയിലും അത് കാണിച്ചിട്ടില്ല. അത് മിമിക്രി എന്ന് പറഞ്ഞൊരു കാർട്ടൂണാണ്. ഈ ബോധപൂർവ്വം ഒഴിവാക്കാനായിട്ട് ഞാൻ ഇത്രയും നേരം നിങ്ങളെന്നിട്ട് കാണിച്ചോ? അത് ഇല്ല. അത് ഞാൻ ലെഫ്റ്റ് ഹാൻഡറാണ് പൊതുവേ. ഇവർ കാണിക്കുന്ന വലത്ത് കൈയാണെന്നേ ഉള്ളൂ. ഞാൻ എടുക്കുന്ന ഇടത്ത് കൈയാണ്. എൻ്റെ ലെഫ്റ്റ് ഹാൻഡർ എപ്പോഴും എൻ്റെ ജസ്റ്റിക്കുലേഷൻസ് കൂടുതലും ഇടത്ത് കൈയിലാണ് വരുന്നത്. പക്ഷേ ഈ മിമിക്രിക്കാർ കാണിക്കുന്നത് ഇടത്ത് കൈ കൊണ്ടാണ്, അല്ല വലത്ത് കൈ കൊണ്ടാണ്. നമ്മൾ ആ ഇതിൻ്റെ ഷോയിൽ പാട്ട് പാടുമ്പോൾ കാണുന്നുണ്ടോ? നിങ്ങൾ കണ്ടു കാണില്ലേ? അമ്മയുടെ ഷോയിൽ ഒരുത്തൻ ഇങ്ങനെ കാണിച്ചു. അല്ല, നമ്മളതങ്ങനെ എടുത്താൽ മതി. അങ്ങനെയൊക്കെ നമ്മൾ എല്ലാ സിനിമയിലും കാണിക്കുന്നില്ലല്ലോ. എഴുതുന്നത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ്? അല്ലല്ല, എഴുതുന്ന കൈ ഇടത്ത് കൈനായിരിക്കാമായി. പക്ഷെ നമ്മളത് അന്ന് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് വലത്ത് കൈ വന്നത്. അഭിഭാഷകന്റെ അതിൽ ഇടത്ത് കൈ, ഇടത്ത് ലെഫ്റ്റ് ഹാൻഡറാണ്. അത് ക്യാരക്ടർ ലെഫ്റ്റ് ഹാൻഡറാണ്. എഴുതുന്നത് ശരിക്കും ശരിക്കും എഴുതണം. എഴുതാനൊക്കെ പറ്റും. പക്ഷെ അത് അതിനായിട്ട് അതുകൊണ്ട് എഴുതണമെന്നില്ല. അല്ല, അതൊക്കെ ഒരു വെറൈറ്റിയാണ്. നമ്മളൊരു ഇടത്ത് കൈനായിട്ട് അഭിനയിക്കുമ്പോൾ ഇടത്ത് കൈ കൊണ്ട് ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് ജസ്റ്റിക്കുലേഷൻ കാണിച്ച് നമ്മളിപ്പോൾ ഒരു പടത്തിൽ മൊത്തം മുടന്തനായിട്ട് അഭിനയിച്ചിട്ടില്ലേ? കാല് വയ്യാത്തതായിട്ട് തടിയനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ചില സമയത്ത് നമ്മൾ ടോട്ടാലിറ്റിയിൽ ചിലപ്പോൾ ഫെയിലിയറായി പോകുന്നതുകൊണ്ടാണ് നമ്മുടെ പല എഫർട്ടുകളും. അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര സങ്കടം വരും. ഒരു നല്ല റോള്, നല്ല എക്സ്പെക്റ്റേഷനിൽ നല്ല സ്ട്രെയിൻ എടുത്ത് വളരെ എഫർട്ട്ഫുള്ളായിട്ട് അഭിനയിച്ചിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാതെയും സക്സസ്ഫുൾ അല്ലാതെയും പോകുന്ന ഒരു അവസ്ഥയിൽ വലിയ ദുഃഖം തോന്നും. പടം പൊളിഞ്ഞു പോകുന്നതിനേക്കാൾ സങ്കടമാണ് അത്. സൂര്യമാനസമൊക്കെ അങ്ങനെ പറ്റിപ്പോയത്. അതിനകത്ത് ഒരുപാട് അതിന് വോയിസ് പോലും മാറിയല്ലേ, ശബ്ദം മാറ്റിയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചില്ലേ. അധികം പ്രിഫറൻസ് മലയാളം തന്നെയാണ് നല്ലത്. മലയാളം നമുക്ക് കുറച്ചുകൂടി വഴങ്ങുന്ന ഭാഷ. മലയാളത്തിലാണ് നമുക്ക് കുറച്ച് വെറൈറ്റി നമുക്ക് പറ്റുള്ളൂ. കാരണം നമുക്ക് കുറച്ച് അറിയാവുന്ന സംസ്കാരമാണ്, നമുക്കറിയാവുന്ന ആളുകളാണ്, നമുക്കറിയാവുന്ന ഒബ്സർവേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ നല്ല രസമുള്ളൊരു കഥയാണ് ഹിന്ദിയിൽ അഭിനയിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന പോലെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളാണ് അത്. ഏക് ദിൻ അഞ്ചാനേമ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ അഭിനയിച്ചിരിക്കുന്ന ഒരു ഹിന്ദി പടം. അതിനകത്ത് ഞാനൊരു ജഡ്ജായിട്ടാണ് അഭിനയിക്കുന്നത്. ജഡ്ജ് എന്ന് പറഞ്ഞാൽ ഇയാൾ നേരത്തെ വക്കീലായിരുന്നു.
അയാളുടെ മനസ്സിലൊരു ക്രിമിനൽ ഉണ്ടെന്ന് അയാൾ കണ്ടെത്തുകയാണ്. എന്നിട്ട് അയാൾ അതിനെപ്പറ്റി ദുഃഖിക്കുന്നത്, അങ്ങനത്തെ ഒരു കഥയാണ്. പിന്നെ വേറെ 1-2 കഥകൾ പറഞ്ഞതിൽ തന്നെ ഞാനൊരു ഫാമിലിയുടെ കോൺഷ്യൻസ് ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. ഫാമിലിയുടെ പക്ഷേ പേഴ്സോണിഫൈഡ് ആണ്, അങ്ങനത്തെ റോൾ ഉണ്ട്. അങ്ങനെ അവിടെയൊക്കെ വെറൈറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും ആലോചിക്കുന്നതും ശ്രമിക്കുന്നത്. ഇവിടെ ചെയ്യാൻ പറ്റാത്ത പല പരീക്ഷണവും നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കൊരു കമേഴ്ഷ്യൽ സക്സസ് എഷ്യൂർ ചെയ്യണം. അവിടെ ആകുമ്പോൾ നമ്മുടെ പടം ഓടിയാലും ഓടിയില്ലാലും അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളൊരു സൂപ്പർ ഹിറ്റ് സ്റ്റാർ ആയിട്ടല്ല അവർ വിളിക്കുന്നത്, ഒരു ആക്ടറായിട്ടാണ്. അപ്പോൾ നമുക്ക് റിസ്ക് കുറയും. മലയാളത്തിലെ സാറിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സ്? പട്ടാളം, അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് ആരംഭിക്കാൻ പോകുന്നത് രാവുമായിരുന്നു രഞ്ജിത്തിൻ്റെ. അതൊരു കുടുംബ കഥയാണ്, ഭാര്യ ഭർത്താവിൻ്റെയും കഥയാണ്. ഈ മുമ്പ് നല്ല സിനിമ ഫീൽഡിൽ തിളങ്ങി നിന്നിരുന്ന പല കലാകാരന്മാരും ഇന്ന് അവശ്യ കലാകാരന്മാരുടെ പട്ടികയിലാണല്ലോ. അപ്പോൾ അത് തടയാനായിട്ട് അല്ലെങ്കിൽ ഇനി വരുന്ന കലാകാരന്മാർക്ക് അങ്ങനൊരു ദുരവസ്ഥ ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ? ഈ ദുരവസ്ഥ ഉണ്ടാകുന്നത് അവരവരുടെ കുഴപ്പം കൊണ്ട് തന്നെയാണ് പലതും. അവർ ശ്രദ്ധിക്കാഞ്ഞിട്ടും ആയിട്ട് അവർക്ക് കിട്ടുന്ന ഇത് ആർക്കും പൈസ കിട്ടാഞ്ഞിട്ടൊന്നുമില്ല, പ്രോപ്പർ പ്ലാനിങ് ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷേ നമ്മളിപ്പോൾ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, അവശരായവരെന്ന് പറയാൻ പറ്റില്ല. അത് നമുക്ക് അസോസിയേഷൻ ഫണ്ടുണ്ട്. നമ്മുടെ അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ അവശരായിട്ടുള്ള 30 ആളുകൾക്ക് 2000 രൂപ മാസം കൊടുക്കുന്നുണ്ട്. ഈ കേരള ഗവൺമെൻറ്റോ ഇന്ത്യ ഗവൺമെൻറ്റോ കൊടുക്കുന്നത് 300-320 രൂപയാണ് അവർക്ക് ഒരു പെൻഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. 300 രൂപ കൊണ്ട് എന്താ? ബുദ്ധിമുട്ടും പ്രയാസമുള്ള ആൾക്കാർക്ക് ഒരു നേരത്തെ മരുന്നിനാവില്ല 300 രൂപ. അപ്പോൾ ഇന്നലെ എല്ലാ പെൻഷനും കൂടെ സണ്ണി ചായന് കിട്ടുന്നത് 3000 ശിഷ്ടം രൂപയാണ്. അതിൽ 2000 രൂപ കൊടുക്കുന്നത് ഞങ്ങളാണ്. അപ്പോൾ അവശരായി പോകാൻ സാധ്യതയുള്ള ആളുകൾക്ക് വേണ്ടി നമ്മളൊരു ഫണ്ട് സ്വരുക്കൂട്ടിട്ടുണ്ട്. ഇനി ആ ഫണ്ട് കൂട്ടണം, കാരണം ജീവിത ചെലവുകൾ കൂടും, കൂടുതൽ പേര് അവശരാകും. അപ്പോൾ ഞങ്ങളൊരു ഡ്രീം എന്ന് പറയുന്നത് മിനിമം ബിറ്റ്വീൻ ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് ഒരു ആളിന് കിട്ടാവുന്ന ഒരു ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് മിക്കവാറും നമ്മൾ അറ്റൈൻ ചെയ്യുക അടുത്ത വർഷം. എന്തെങ്കിലും സൈഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള? ഏതോ ഞാൻ സൈഡ് ബിസിനസ് അല്ല, സ്ട്രൈറ്റ് ബിസിനസ് അല്ലേ. സിനിമ അഭിനയം തന്നെ മെയിൻ ബിസിനസ്. അതല്ലാതെ വേറൊന്നുമില്ല? അല്ലാതെ എന്താ പറയുക, ടെലിവിഷൻ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഉണ്ട് ചെറുതായിട്ട്. വേറെ ബിസിനസ് ഒന്നും. വേറെ ബിസിനസ് എന്ന് പറയുന്നത് നമുക്കായിട്ട് നമ്മുടെ എല്ലാ ബിസിനസ്സുകളിലും നമ്മൾ പേഴ്സണൽ എന്താ പറയുക സൂപ്പർവിഷൻ വേണം, ഇല്ലെങ്കിൽ ഒരു കാര്യം നടക്കില്ല. നമ്മൾ ആരെങ്കിലും പൈസ കൊടുത്തിട്ട് ആരെങ്കിലും ബിസിനസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾക്ക് നോക്കി നടത്താവുന്നതല്ലേ ചെയ്യാൻ പറ്റും. അതിനിപ്പോൾ നമുക്ക് എപ്പോഴും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് ബിസിനസ്സിന് പോയി പൊളിയായിരിക്കുന്നതാണ് നല്ലത്. സാർ ഇപ്പോൾ അംബേദ്കർ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാർ ഇംഗ്ലീഷൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോച്ചിങ് എടുത്തിരുന്നു സാർ. അപ്പോൾ അതൊക്കെ എങ്ങനെ പിന്നത്തെ ലൈഫിലേക്ക് ഉപകരിച്ചിട്ടുണ്ടോ സാറിന്? പിന്നെ ഇംഗ്ലീഷ് ഇവിടെ വന്നില്ലല്ലോ, നമ്മുടെ പഴയ മലയാളി മംഗ്ലീഷായി. അത് നമ്മൾ പ്രോപ്പർ എല്ലാ രാജ്യത്തുള്ള ആൾക്കാർക്കും ഉണ്ടാവും ഒരു ഭാഷയിൽ അവരുടെ പ്രാദേശിക ഭാഷ. ഇപ്പോൾ നമ്മൾ ഹിന്ദി പറഞ്ഞാൽ ഒരു മലയാള ചൊവ്വ വരും, നമ്മൾ തമിഴ് പറഞ്ഞാൽ ഒരു മലയാള ചൊവ്വ വരും, നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാലും ഒരു ചൊവ്വയില്ലാത്തൊരു ചൊവ്വ വരും ഇല്ലേ. അപ്പോൾ നാട്ടിലെല്ലാവർക്കും ലോകത്ത് ഈ ഇപ്പം നമ്മുടെ മലയാള ഭാഷ തന്നെ മലയാളം അറിയാത്ത ഒരാളെ പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ്. പക്ഷേ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ലോകത്ത് പല ഭാഗങ്ങളിൽ സംസാരിക്കുന്നതാണ്. ഇപ്പോൾ അമേരിക്ക തന്നെ എത്രയോ ഈ 50 സ്റ്റേറ്റുകളിലും 50 തരത്തിലെ ഇംഗ്ലീഷ് പറയുന്നു. ഇതൊന്നും കൂടാതെ തന്നെ അവർ ഇറ്റാലിയൻ ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷുണ്ട്. അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ തന്നെ എത്ര ഇംഗ്ലീഷുണ്ട്? ഇംഗ്ലീഷ്, വെൽസ് ഇംഗ്ലീഷ്, സ്കോച്ച് ഇംഗ്ലീഷ്, ഐറിഷ് ഇംഗ്ലീഷ്, ക്യൂൻസ് ഇംഗ്ലീഷ്, കിങ്സ് ഇംഗ്ലീഷ്, അങ്ങനെ ഒരുപാട് ഇംഗ്ലീഷുണ്ട്. ഇതിൽ ഏതാ ഇംഗ്ലീഷാണ് നമ്മൾ പറയുന്നത്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നാട്ടിലും മലയാളം തന്നെ തിരുവനന്തപുരത്ത് പറയുന്ന പോലെയാണ് കാസർഗോഡ് പറയുന്നത്, അങ്ങനെയാണ് എറണാകുളത്ത് പറയുന്നത്. അപ്പോൾ ഓരോ ഭാഷയ്ക്കും ഓരോ പ്രാദേശിക സ്വാധീനം ഉണ്ടാകും. പക്ഷേ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ടല്ലോ നമുക്ക്, ഒരു മധ്യ തിരുവിതാംകൂർ മലയാളം എന്ന് പറയുന്ന പോലെ ഒരു ഇംഗ്ലീഷ്, അതായിരിക്കും മിക്കവാറും ക്വീൻസ് ഇംഗ്ലീഷ്. അതിന് മാത്രമാണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത്. ഏത് നാട്ടിലുള്ള ആൾക്കാർ, ഇപ്പോൾ ഓസ്ട്രേലിയൻ ആയാലും ശരി, അമേരിക്കൻ സ്റ്റേറ്റ്സിലായാലും ശരി, അങ്ങനെ ഇംഗ്ലീഷുകാരനായാലും ശരി, ഇവർക്കെല്ലാം മനസ്സിലാവുന്ന ഒരു ഇംഗ്ലീഷുണ്ട്. ആ ഇംഗ്ലീഷാണ് നമ്മൾ പഠിച്ചത്. ആ ഇംഗ്ലീഷിലാണ് സിനിമ ഉള്ളത്. ഡാൻസ് ഇമ്പ്രൂവ് ചെയ്യാനോ? ഞാൻ ഡാൻസ് ചെയ്താൽ നിങ്ങൾ കൂവില്ലേ? ഡാൻസ് ചെയ്താൽ കൂവില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മെനക്കെട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വെറുതെ എന്തിനാ എന്നെ കഷ്ടപ്പെടുത്തുന്നത്? ഞാൻ ഈ ക്രോണിക് ബാച്ചിൽ ഡാൻസ് ചെയ്യുന്നില്ലേ, ഡാൻസിൻ്റെ ബാത്റൂമിൽ നടന്നപ്പോൾ ഡാൻസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർ പോയി. അപ്പോൾ ചെയ്തിരുന്നെങ്കിലോ? അപ്പോൾ ചെയ്യേണ്ടെന്ന് തീരുമാനിച്ച പിന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ചെയ്താൽ വെറുതെ ആൾക്കാരൊന്ന് കൂവി അവർക്ക് തൊണ്ടയ്ക്ക് വെറുതെ സ്ട്രെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതല്ല. ഇനിയിപ്പോൾ ഞാൻ ഡാൻസ് ചെയ്തിട്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല.
സാറിന്റെ സഹോദരൻ ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് വന്നിരിക്കുകയാണല്ലോ, അതിന്റെ പുറകിലുള്ള പ്രചോദനം സാറിന്റെ അല്ല ഞാൻ എന്നെ കണ്ട അഭിനയം തുടങ്ങി അറിയാനും ഞാൻ വേറെ പ്രോത്സാഹനമൊന്നുമില്ല. കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യണ മാതിരി തോന്നി, അതാ ഇമിറ്റേറ്റ് ചെയ്യണതായിരിക്കില്ല, അത് സ്വന്തം ഒരേ ബ്ലഡ് അല്ലേ. അല്ല സാറിനെ അറിയണവർക്ക് പെട്ടെന്ന് കണ്ട അത് എൻ്റെ അനിയനല്ലേ. അതല്ല ഈവൻ മാനറിസംസ് ഒക്കെ അങ്ങനെ ഉണ്ടാവുള്ളൂ, ഒരേ അച്ഛല്ലേ. സാർ ഇപ്പോൾ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ചെയ്യണ 50-50 പോലെ ഒരു പിക്ചർ നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടുകയാണെങ്കിൽ സാർ സ്വീകരിക്കും റോള്? ഞാനോ? സാറും സാറുടെ ബ്രദറും കൂടെ അങ്ങനെ ഒരു റോൾ അങ്ങനെ ആരെങ്കിലും വരട്ടെ, പാലിക്കാം. സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ എങ്ങനെ വളരെ ആക്റ്റീവ് ആയിരുന്നോ? സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു കുട്ടിയായിരുന്നു, അപ്പോൾ അത്രയും ആക്റ്റീവായിരുന്നു, അത്രയും അങ്ങനെയൊക്കെ ഉണ്ട്. സിനിമയിൽ അങ്ങനെ ഒരുപാട് അങ്ങനെ അഭിനയിക്കാനുള്ള അവസരം നാട്ടിൻപുറമല്ലേ, നാട്ടിലൊക്കെ സിനിമയിൽ അങ്ങനെ നാടകത്തിൽ അഭിനയിക്കുക അങ്ങനത്തെ കാണുകളൊക്കെ ഭയങ്കര കുഴപ്പമുള്ള കാലം. അതൊക്കെ ഭയങ്കര അത് നല്ല കുട്ടികളുടെ ലക്ഷണങ്ങളില്ല, കുരുത്തം കെട്ട പിള്ളേരാണ് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ പേടിയുണ്ട് എനിക്ക്. നല്ല കുട്ടിയാവണമല്ലോ നമ്മൾ. അപ്പം നല്ല കുട്ടിയാകാൻ വേണ്ടി ഈ വക ആഗ്രഹങ്ങളൊക്കെ സ്കൂൾ സമയത്തൊക്കെ ഞാൻ അടക്കി വെച്ചു. കോളേജിൽ പോയപ്പോൾ കുറച്ചുകൂടെ ഫ്രീഡമായി. കോളേജിൽ പോയപ്പോൾ ഫ്രീഡം കിട്ടിയാൽ തന്നെ അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം വലിയ ആൾക്കാർ പഠിക്കുന്ന ഒരു കോളേജിലൊക്കെ ഞാൻ പോകുന്നു. ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് എന്ന് പറഞ്ഞാൽ കൊച്ചു ചെക്കന്മാരല്ലേ. അപ്പോൾ വലിയ ആൾക്കാർ നിൽക്കുമ്പോൾ പിന്നെ നമ്മൾ അവരുടെ ലെവലിലോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് എക്സ്പോഷർ ഉണ്ടാകുന്നത്. അഭിനയിക്കാൻ അവസരങ്ങളും അങ്ങനത്തെ നാടകത്തിലൊക്കെ മിമിക്രിയിലൊക്കെ കാണിച്ച് എഫർട്ട് എടുത്ത് വരാൻ പറ്റിയത്. നിങ്ങൾ ഈ പറഞ്ഞതിൽ ആക്റ്റീവ് ആകാൻ പറ്റിയ അപ്പോഴാണ്. ഈ പല്ലാവൂർ ദേവനാരായണൻ അത് എങ്ങനെ ശരിക്ക് ചെണ്ടയല്ലേ? ചെണ്ടക്കാരൻ ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. അല്ല സാറ് തനിയെ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഞാൻ കുട്ടിയൊന്നും കേൾക്കാൻ പറ്റില്ല, എനിക്ക് അത്ര വലിയ പരിചയമില്ല. അതിനുവേണ്ടി എടുത്തിട്ടുണ്ട്, ഒരുപാട് എഫർട്ട് എടുത്തിട്ടുണ്ട്. അതിൽ പാടിയിട്ടും ഉണ്ടല്ലോ. അത് വെച്ച് കുറച്ച് കൂടുതലായി പോയില്ലേ? അല്ല പക്ഷേ ഡാൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ പാട്ട് ഭേദമാണ്. കമ്പാരിറ്റീവ്ലി നല്ലോണം ഭേദമാണ്. അല്ലേ? വേണമെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ തോന്നുന്നു. അയ്യോ അതൊക്കെ മതി, അതൊക്കെ ഓരോരുത്തരുടെ ഓരോ ജീവിത. പാട്ടിനോട് സ്വതവേ ഇൻട്രസ്റ്റ്. പാട്ട് പാടാൻ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, കേൾക്കാൻ. ഞാൻ ഈ പറയുന്ന പോലെ ഈ മറ്റു പ്രവൃത്തികളൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പാട്ട് കേൾക്കുന്ന ആളാണ്. എൻ്റെ കയ്യിലുള്ള കാറിൽ ഏറ്റവും നല്ല മ്യൂസിക് സിസ്റ്റം ഉണ്ട്. എൻ്റെ വണ്ടിയിൽ മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏകദേശം 8000 പാട്ടുകൾ MP3 കളക്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഇത്രയും പാട്ടുകൾ MP3 ഫോർമാറ്റിൽ എൻ്റെ വണ്ടിയിലുണ്ട്, ഒരു MP3 പ്ലെയറുണ്ട്. അതുകൊണ്ട് എനിക്ക് പാട്ട് കേൾക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുള്ള ആളല്ല. മലയാളത്തിലെ ആദ്യത്തെ പാട്ട് മുതലെന്ന് വെച്ചോളൂ, ഒരു CD-യിൽ ഏകദേശം 250 പാട്ടുണ്ടാവും. ഇട്ടിട്ട് അങ്ങ് ഇരുന്നേച്ചാൽ മതി, പാടിക്കോളും. പാട്ടുകളോട് എന്താ പറയുക, പാട്ടുകളോട് പ്രണയമാണ് എനിക്ക്. കൂടുതൽ മലയാളം സോങ്സ് ആണ്. മലയാള സോങ് കൊണ്ട് ഹിന്ദി സോങ് ആയാലും ശരി. ഇംഗ്ലീഷ് പാട്ടൊന്നും വലിയ പിടിയില്ല, കാരണം ഇംഗ്ലീഷ് അത്ര വലിയ അന്തമില്ലാത്ത ഒരാളാണ്. എന്തിനത്ര. പിന്നെ ഉള്ള തമിഴ് കേൾക്കാം. ഇംഗ്ലീഷ് പാട്ട് ഈ പിള്ളേർ പാടുന്ന പാട്ടൊന്നും എനിക്ക് ഒരു ഇംഗ്ലീഷ് പാട്ട് പാടാനും അറിഞ്ഞുകൂടാ, ഒരു വരി അറിഞ്ഞു. ഇപ്പോൾ ടൈറ്റാനിക് പാട്ട് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഈ ക്യാമറയോട് വലിയ ക്രേസ് ആണെന്ന് പറഞ്ഞോട്ടോ, അപ്പോൾ എത്ര കളക്ഷൻസ് ഉണ്ട് ക്യാമറ? കളക്ഷൻ ഒന്നുമില്ല, ഒരു ക്യാമറ പോരെ. ഫോട്ടോഗ്രാഫിയോടാണ് ക്രേസ്, ക്യാമറയോടല്ല. അല്ലേ? ക്യാമറ ഒരെണ്ണം മതി, ഫോട്ടോ എടുക്കുന്നതിന് ഒറ്റ ആയുധം മതി. ക്യാമറ കളക്ഷൻ ക്രേസ് അല്ല ഉള്ളത്. സാറിൻ്റെ ശബ്ദം സാറിനൊരു അനുഗ്രഹമല്ലേ? എനിക്ക് എന്താണ് എല്ലാ അനുഗ്രഹമല്ലേ, എല്ലാം എൻ്റെ ഭാഗ്യമല്ലേ. എന്നാലും ശബ്ദം സാർ, മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ എല്ലാവരുടെയും വ്യത്യാസമായിട്ട് സാറുടെ ഒരു ശബ്ദം. അങ്ങനെ ശബ്ദം എന്ന് പറയുന്നത് എന്താ പറയുക, ശബ്ദ നിയന്ത്രണമുണ്ട് എനിക്ക്. ശബ്ദം കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏത് ഫ്രീക്വൻസിയിലും ശബ്ദം ഉണ്ടാക്കാൻ ഇപ്പം പറ്റുന്നുണ്ട്. കുറച്ചുകൂടെ പ്രായമാകുമ്പോൾ പറ്റില്ല, ഒറ്റ ശബ്ദം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ റെസൊനൻസ് അല്ലേ, അതിവിടം മുതൽ ഇത്രത്തോളം ശബ്ദം മാറ്റാൻ പറ്റും. അത് ഫാദറിന് അങ്ങനെ വല്ല ഗാംഭീര്യത്വം ഉണ്ടായിരുന്നോ ശബ്ദം? ഫാദറിൻ്റെയൊക്കെ ശബ്ദം എൻ്റെ ശബ്ദം പോലെ തന്നെ. പക്ഷേ പുള്ളി ഈ പണിയൊന്നും പുള്ളിക്ക് പ്രാക്ടീസ് ഇല്ല. നമ്മളെ വീട്ടിലെല്ലാവരും ശബ്ദം ഏകദേശം എൻ്റെ പോലെ തന്നെ. എൻ്റെ അനിയന്മാരുടെ എൻ്റെ മോന് വരെ ഇപ്പോൾ ശബ്ദമായി വരുന്നുണ്ട്. ഈ നോർത്തിലൊക്കെ ഉണ്ടല്ലോ മറ്റേ ശബ്ദം, ലൈക്ക് ന്യൂസ് റീഡിങ് മാതിരി ഓഡിഷൻ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ ഈ കോളേജ് പഠിക്കുമ്പോഴൊക്കെ ഞാനായിരുന്നു അവിടുത്തെ അനൗൺസർ. എല്ലാ പ്രോഗ്രാമിനും എല്ലാ പരിപാടിക്കും ഓരോ അസോസിയേഷൻ്റെയും ഓരോരുത്തരും എല്ലാവരും ഒരു 10 റുപ്യയും ബിരിയാണിയും അനൗൺസ്മെൻറ്റ് തരും. ഇന്നത്തെ കാലത്തൊക്കെ ജീവിതം വളരെ ഈസി ആയിരുന്നു. ഇന്നത്തെക്കാളൊക്കെ ലാവിഷാണ്, ഇഷ്ടംപോലെ പൈസ ഉണ്ടാകുന്നു. ഈ ഫോൺ കോൾസിലൂടെ ഇങ്ങനെ അഭിപ്രായങ്ങളും ക്രിറ്റിസിസും ഒക്കെ വരലുണ്ടോ? ലൈക്ക് ഫാൻസ് എന്നെ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ പറയാറില്ല. ലെറ്ററൊക്കെ സഹായ അഭ്യർത്ഥനയായിരിക്കും.
ആരും പടം നന്നായെന്ന് പറഞ്ഞ് കത്തയക്കണം. എൻ്റെ കംപ്ലീറ്റ് മറ്റേ രോഗവിവരങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും. എനിക്ക് വരുന്ന 15 കത്തുകളിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒരു 25 കത്ത് വന്നാൽ 26 അത് തന്നെ ആയിരിക്കും. അഭിനന്ദന കത്തുകളൊക്കെ വളരെ ചുരുക്കുക. അതൊക്കെ നിർത്തിയെന്ന് തോന്നുന്നു ആൾക്കാർ. ഇപ്പോൾ ഇൻ ബിറ്റ്വീൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പെട്ടെന്ന് എന്തെങ്കിലും ഏർജൻസി വന്നാൽ അത് ഇതാക്കിയിട്ട് ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് പോകണ അങ്ങനെ വല്ല ഇൻസിഡൻസ് ഉണ്ടായിട്ടില്ല. സോഷ്യൽ ഉണ്ടാവാതിരിക്കട്ടെ. സർവീസ് ഒക്കെ ചെയ്യാറുണ്ടോ? സോഷ്യൽ സർവീസ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പല കാര്യത്തിലുണ്ട്. ബാലഭിക്ഷാടനം, നിർമ്മാർജ്ജനം, പിന്നെ ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് കാലിക്കറ്റിലൊരു സൊസൈറ്റി ഉണ്ട്. എൻ്റെ പേട്രനാണ് ഞാൻ. അത് നല്ല സൊസൈറ്റിയാണ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സായിപ്പിൻ്റെ ഒരു 2.5 കോടി രൂപ എന്നൊരു ബിൽഡിംഗ് ഉണ്ട്. അത് കോഴിക്കോട് പോകുമ്പോൾ കാണാം. നല്ല രസമുള്ള ബിൽഡിങ്ങാണ്. മുഴുവനായിട്ടില്ല. ഈ വേദന പാലിയേഷൻ എന്ന് പറഞ്ഞാൽ വേദനയ്ക്കൊരു പുതപ്പെടുന്നതാണ്. വലിയ കേരളത്തിലെ ഏറ്റവും നല്ല ക്ലിനിക്കാണ് പാലിയേറ്റീവ്. ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ട് സർ? ബാങ്ക് ബാലൻസ്? ബാങ്കിൽ ബാലൻസ് ഒന്നും കാണാൻ വഴിയില്ല. ഒന്നും കാണാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല. നോക്കണം. എങ്ങനെ ചെലവാക്കും? ധാരാളിത്തണ്ടോ? ചിലവാക്കുന്നത് ഇതോ പിഷ്കനാണോ? പൈസ ചിലവാക്കിയാലേ പൈസക്ക് വിലയുള്ളൂ. പൈസ പെട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യമില്ല. പക്ഷേ പൈസ ചിലവാക്കിയാൽ നമ്മുടെ ഇല്ല. പിന്നെ പൈസ നമ്മുടെ നല്ലതാവും അല്ലേ? എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ എൻ്റെ ഉള്ളൂ, നിങ്ങളുടെ ഇരിക്കുന്ന പൈസ നിങ്ങളുടെ. ഞാൻ നിങ്ങൾക്കൊരു പൈസ തന്നാൽ അത് പിന്നെ നിങ്ങളുടെ എൻ്റെ അല്ല. അപ്പോൾ എനിക്ക് ആ പൈസയിൽ അവകാശമില്ല. പൈസ ചിലവാക്കേണ്ടത് നമുക്കാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ പൈസ തന്നാൽ ആ പൈസക്ക് എനിക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എൻ്റെ ഇരുന്ന് പൈസ കിട്ടുന്നത് എന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അല്ലേ? പൈസ എന്ന് പറയുന്നത് നമ്മുടെ വാല്യൂ എന്നല്ല, നമുക്ക് എന്താ പറയുക, നമ്മുടെ വാല്യൂ നമുക്ക് ഒരു സിമ്പലായിട്ട് അല്ലേ? ഇപ്പോൾ ഇതിന് 10 രൂപയുടെ വിലയാണ് ഒരു സാധനത്തിന്, അല്ലെങ്കിൽ ഒരു പവൻ, അങ്ങനെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് അതാണ്. അത് തന്നെയാണ് പൈസ. ആ പൈസ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷന് വേണ്ടിയുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. പണമെന്ന് പറഞ്ഞാൽ ചെക്ക് പോലെയാണ്. അത് ഇവിടെ ഇരുന്നാലും ശരി, അവിടെ ഇരുന്നാലും ശരി, ബാങ്കിൽ കിടക്കുന്ന കാശായിട്ടല്ലല്ലോ, ചെക്കായിട്ടല്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചിലവാക്കുമ്പോൾ മാത്രമേ പണത്തിന് വിലയുണ്ടാവും. ഞാൻ വളരെ വിലപിടിപ്പുള്ള നിലയിൽ പണം ചിലവാക്കുന്നതാണ് അല്ലേ? ഞാൻ കൊടുക്കുന്ന പണം ഒരാൾക്ക് സഹായം ചെയ്താലും ശരി, എനിക്ക് വേണ്ടി ചിലവാക്കിയാലും ശരി, എനിക്കോ അയാൾക്കോ പ്രയോജനം ഉണ്ടാവും. ഈ പണത്തിൻ്റെ വാല്യൂ മനസ്സിലാവണം. തെറ്റില്ലല്ലോ. ചുമ്മാ വാരിക്കൂരി ആർക്കും കൊടുക്കേണ്ട കാര്യമില്ല. വാരിക്കൂരി ആവശ്യമില്ലാതെ ചിലവാക്കേണ്ട കാര്യമില്ല. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ ഏതാണ്? ഇത് ചെയ്തത് ലക്കിയാണെന്ന് തോന്നിയത്? വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. അതില്ലെങ്കിൽ ഇതുണ്ടോ? അതിനാണ് ഏറ്റവും നല്ല റോൾ. പടത്തിൻ്റെ പേരോ? വിൽക്കാനുണ്ട് സ്വപ്നങ്ങളിൽ. അതെന്നാ മമ്മൂട്ടി തന്നെയാണ്. അത് പിന്നീടിട്ടാണ് സജിൻ എന്ന് പറഞ്ഞ് പേരിട്ടല്ലേ. അത് പക്ഷേ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് പങ്ക് പോയി. ഞാനിട്ട പേരല്ല, അത് വേറെ. ഈ അഴകിയ രാവണൻ ഫിലിമിൽ പറയുന്ന പോലെ വേദനിക്കുന്ന കോടീശ്വരനാണോ? ഇത് പലതും ഒരു പടമാണ്, മനസ്സിലായില്ലേ? പലതും സിനിമ പോലെ തന്നെയാണ്, നിഴലാണ്, സത്യമല്ല. അതുപോലെ കോടീശ്വരന്മാർ സിനിമയിലില്ല. സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ചാത്തൻ്റെ പണം പോലെ സ്വപ്നത്തിൽ കാണുന്നതാണ്, പിറ്റേ ദിവസം ചിലപ്പോൾ ഇത് കാണില്ല. ഇതിനൊന്നും അത് വിലയില്ല. നിങ്ങൾക്ക് വെറുതെ കിട്ടുന്ന കാശല്ലെന്നല്ലേ എല്ലാവരും പറയുന്നത് അല്ലേ? ഇഷ്ടംപോലെ കാശ്, ആരും അങ്ങനെ കാശൊന്നും തരുന്നില്ല. ഇഷ്ടംപോലെ അതാണ്ട് സിനിമയൊക്കെ അടുപ്പുള്ള ആൾക്കാരായിരിക്കും. ഈ നിങ്ങൾ തരുന്ന പൈസയല്ലേ ഉള്ളൂ. നമ്മൾ പുറത്തുനിന്ന് കള്ളക്കട നടത്തി പൈസ ഒന്നും കൊണ്ടുവരുന്നില്ല. അപ്പോൾ ഈ കിട്ടുന്ന കേരളത്തിനകത്തുള്ള ഒരു നടന് കിട്ടാവുന്ന സാമ്പത്തിക സൗകര്യം നമുക്കുള്ളൂ. അതില്ലെന്ന് ഞാൻ പറയുന്നില്ല, അതുകൊണ്ട് തന്നെ. പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതുപോലെ ബാങ്കിൽ ബാലൻസുകൾ മാർച്ച് 30 ഉണ്ടാവില്ല. സാർ ഒരു ബോൺ ആക്ടർ എന്നതിനേക്കാളും ഒരു ഇംപ്രവൈസ്ഡ് ആക്ടർ അല്ലേ? ബോൺ ആക്ടർ അല്ല ഞാൻ എന്താ പറയുക, ഞാനൊരു ആപ്പിറ്റൈസിങ് ആക്ടറാണ്. എൻ്റെ ആഗ്രഹങ്ങൾ കൊണ്ട് ഞാൻ നടനാകുന്നു. പിന്നെ ഞാൻ എന്തെല്ലാം കാണിക്കുന്നതെല്ലാം ബേസിക്കലി ഞാൻ ബോൺ ആക്ടർ എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ എഫർട്ട് എടുത്ത്, സ്ട്രെയിൻ എടുത്ത്, ഒബ്സർവ് ചെയ്ത്, ഐഡൻറ്റിഫൈ ചെയ്ത്, ഞാൻ തന്നെ വളരെ വളരെ ഇൻ്റലിജൻ്റായിട്ട് അപ്രോച്ച് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ ക്യാരക്ടേഴ്സ് വരുന്നത്. എൻ്റെ ക്യാരക്ടേഴ്സിന് എപ്പോഴും ഒരു ഇൻ്റലക്ച്വൽ അപ്രോച്ച് ഉണ്ടാവും. എങ്ങനെ? ക്യാരക്ടറിൻ്റെ മാനസിക വ്യാപാരങ്ങളല്ലാതെ ക്യാരക്ടറിൻ്റെ ബുദ്ധിയിൽ നമ്മൾ കയറിയിരിക്കണം ആദ്യം.
ആ ലൈനിൽ പോകുന്നതുകൊണ്ടാണ് എൻ്റെ ക്യാരക്ടേഴ്സിന് ഒന്നും മറ്റൊരു ക്യാരക്ടർ തമ്മിൽ തൊടാതെ നിൽക്കുന്നത്. ഒരു ക്യാരക്ടറിൻ്റെ കണ്ടിന്യൂഷൻ അല്ലാത്തത്, അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിൻ്റെ എന്താ പറയുക മെറ്റമോർഫോസിസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അത് വളരെ കെയർഫുള്ളായിട്ടും നമ്മൾ ആലോചിച്ച് നീങ്ങുന്നതുകൊണ്ടാണ്. ചുമ്മാ ഒരു ക്യാരക്ടർ അങ്ങോട്ട് അഭിനയിച്ച് പോകുകയല്ല. എല്ലാ ക്യാരക്ടറിനും ഒരു സീൻ ചെയ്യുമ്പോഴും ഒരു ഡയലോഗ് പറയുമ്പോഴും ഓരോ ആക്ഷൻ ഇടുമ്പോഴും അതിനൊന്ന് നമ്മൾ പ്രിപ്പയർഡാണ്. ഇങ്ങനെ പോകണം, അതിനൊരു ഗ്രാഫ് ഉണ്ടാവും. അതുകൊണ്ട് ആ ഗ്രാഫ് തെറ്റിപ്പോഴേ നമ്മുടെ കെയർലെസ് ആണെങ്കിൽ നമ്മുടെ ഗ്രാഫ് തെറ്റിപ്പോവും. അങ്ങനെ വരുമ്പോഴാണ് ഫെയിലിയർ ആവുന്നത്. അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഗ്രാഫ്ഡ് ആയിരിക്കില്ല ക്യാരക്ടർ, ഗ്രൂംഡ് ആയിരിക്കില്ല ക്യാരക്ടർ. ഡോക്ടർ അബ്ദുൽ കലാം നമ്മുടെ പുതുതലമുറയ്ക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനായിട്ട് ഡ്രീംസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു ജീവിത വിജയത്തിനായിട്ട് ഡ്രീംസിന് വളരെ വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേര് വിജയിച്ചിട്ടുള്ള ആൾക്കാരെ കാണുമ്പോഴും നമ്മളിപ്പോൾ ധീരുഭായ് അംബാനി പോലുള്ള ആൾക്കാരൊക്കെ ഡ്രീം ചെയ്ത് അതിനെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ആൾക്കാർ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ സാറുടെ ജീവിതത്തിലും അതുപോലെ ഡ്രീംസിന് എന്തെങ്കിലും പങ്കുണ്ടോ? ഇതന്നെ എൻ്റെ ഡ്രീം. ഇത്രയും പോലും ഇല്ലായിരുന്നു. ഞാൻ ആക്ടർ ആകണമെന്ന് ഡ്രീം ചെയ്ത ആളാണ്. പക്ഷേ ഇതുപോലെ ഈ പറയുന്ന പോലെ ഇത്രയും സിനിമകൾ അഭിനയിക്കുകയും ഇത്രയും ഒക്കെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ ഇറ്റ് ഈസ് ബിയോണ്ട് മൈ ഡ്രീംസ്. എൻ്റെ സ്വപ്നങ്ങൾക്കും അപ്പുറത്താണ് ഞാൻ. ഈ അഡ്വക്കേറ്റ് റോൾസ് അഭിനയിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അഡ്വക്കേറ്റ് റോളും സിനിമയിലെ അഡ്വക്കേറ്റും യഥാർത്ഥത്തിലുള്ള അഡ്വക്കേറ്റും സിനിമയിലുള്ള അഡ്വക്കേറ്റും തമ്മിൽ അല്ല, വ്യത്യാസം. പക്ഷേ അത് അഭിനയിക്കുമ്പോൾ അതിലേക്ക് ഇറങ്ങിപ്പോയിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അതെ, പക്ഷേ അത് നമുക്ക് പലപ്പോഴും അത് കഥയുമായി ചേർന്നതാണ്. സിനിമയിലെ വക്കീൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വക്കീലായിട്ട് കഥയിൽ പ്രാധാന്യമുള്ള സംഘത്ത് മാത്രമേ വരുന്നുള്ളൂ. അഡ്വക്കേസി എന്ന പ്രൊഫഷൻ വരുമ്പോൾ ഒരു വക്കീലിൻ്റെ ജീവിതവും വക്കീലിൻ്റെ കോടതി ജീവിതവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരിക്കലും അത് മിസ്സായി എന്നുള്ളൊരു ഫീലിംഗ് വരുന്നില്ല ആ പ്രൊഫഷനോടൊന്നും എനിക്ക് അങ്ങനെ മിസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴും മിസ്സായിട്ടില്ലല്ലോ. എപ്പോഴും നമുക്ക് പോകാമല്ലോ. അങ്ങനെയുള്ള വക്കീലായിട്ട് അതിനാണല്ലോ വക്കീലായത് ഞാൻ. എന്തെങ്കിലും സിനിമയിൽ നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നാൽ തിരിച്ചു പോകാൻ വേണ്ടിയാണ് അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള പ്രൊഫഷനിൽ വന്നതിന് ശേഷം ഞാൻ സിനിമ ട്രൈ ചെയ്തു. തിരിച്ചു പോയാൽ ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും തോന്നുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മുമ്പോട്ട് പോയില്ലേ. പിന്നെ നമ്മൾ ഇവിടെ മുതൽ തുടങ്ങിയാൽ മതി, അങ്ങോട്ട് പോകണ്ട. ഇപ്പോൾ 22 വർഷം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ 22 വർഷം നഷ്ടപ്പെട്ടിടത്ത് നമ്മൾ അവിടെ മുതൽ തുടങ്ങണ്ട. ഇപ്പോൾ 22ാമത്തെ വർഷം മുതൽ തുടങ്ങിയാൽ മതി. വക്കീൽ പണിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ അപ് ടു ഡേറ്റ് ആയാൽ മതി. ഒരുപാട് പുറകോട്ട് പോകണ്ട. ഇഷ്ടപ്പെട്ട നായിക ആരാ? എല്ലാവരും നല്ലതാണ്. ഇഷ്ടപ്പെട്ട നായിക കല്യാണം കഴിച്ച് 2 പിള്ളേരുണ്ട്. നായികമാരോട് ഒരാളമായിട്ട് മാത്രം നമുക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സങ്കടമാവില്ലേ? അറ്റ്ലീസ്റ്റ് 2-3 ഓപ്ഷൻസ് പറയാം. 2-3 ഓപ്ഷൻ പറഞ്ഞാലും, കാരണം എൻ്റെ കൂടെ ഒരു 10-25 ഒരു 50 30 പേര് 40 പേരെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആരുടെ കൂടെ ഏറ്റവും കൂടുതൽ സെൽഫ് ഫിലിം? ആരോടെ ആവും? സീമയോ ശോഭന അങ്ങനെയൊക്കെ ആയിരിക്കും. അവരാരെങ്കിലും ആയിരിക്കും. ശോഭനയായിരിക്കും, അവരായിരിക്കും കൂടുതൽ. അത് ഞാൻ അവരോട് പ്രത്യേകിച്ച് താല്പര്യമുള്ളതുകൊണ്ടല്ല, കഥാപാത്രങ്ങൾ അങ്ങനെ വരുന്നുണ്ടാണ്. അപ്പം മറ്റുള്ള ആൾക്കാർ കൂടെ അഭിനയിച്ചത് മേനകയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേരുണ്ട് ഇപ്പോഴത്തെ പിള്ളേരില്ലേ. ഇഷ്ടപ്പെട്ട ഡയറക്ടർ? അതും ഇതൊക്കെ ഈ ചോദ്യങ്ങൾ. അല്ല സർ, ആരോട് കൂടെ അഭിനയിക്കുമ്പോഴാണ് കൂടുതൽ കംഫർട്ടബിൾ ആണ് തോന്നിയിരിക്കുന്നത്? എനിക്ക് കംഫർട്ടല്ല നോക്കുന്നത്, അവർക്ക് കംഫർട്ടബിൾ ആകുക എന്നുള്ളതാണ്. ഐ മേക്ക് മൈ സെൽഫ് കംഫർട്ടബിൾ ഫോർ ദം. അതാണ് നല്ല. ഞാൻ കംഫർട്ടബിളായിട്ട് കാര്യമില്ല. ഞാൻ അവർക്ക് എന്നെ വെച്ച് പടം കൊടുക്കാൻ കംഫർട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ എല്ലാവർക്കും മാക്സിമം നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഉള്ളൊരു മോഹൻലാൽ മമ്മൂട്ടി തരംഗം ഉണ്ടല്ലോ, അതുപോലെ ഇനി വരുന്ന നടന്മാർക്ക് നായകന്മാർക്ക് ഇതുപോലെ ഒന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? ഇങ്ങനെ ഒരു യുഗം അതിപ്പോൾ പറയാനൊക്കില്ല. അവരവരുടെ കഴിവിനനുസരിച്ച് തരംഗങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ല. അത് എൻ്റെ കൂടെ വന്ന ആളുകൾ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. ഇപ്പം ഇനിയുള്ളവർ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഇതുപോലെ സക്സസ് ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഇത് ആർക്കും നിഷേധിക്കപ്പെട്ടിട്ടില്ല. അവസരം ഓപ്പൺ അല്ലേ. എല്ലാവർക്കും ചാൻസസ് ആർ ഓപ്പൺ. എല്ലാവർക്കും ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. അവസരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ കഴിവ് തെളിയിച്ചാൽ തീർച്ചയായിട്ടും അംഗീകാരങ്ങളുണ്ടാവും. അല്ല, എന്നെപ്പോലെയുള്ള ഈ ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരില്ല ഇനിയുള്ളവർ. കാരണം ബേസിക്കലി ടാലൻറ്റഡ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനൊക്കെ അങ്ങനെയുള്ള ആളല്ല. സിനിമയിൽ നിന്നുള്ളവർ തന്നെ പരസ്പരം കല്യാണം കഴിക്കുന്നതാണ് നല്ലതെന്നൊരിക്കൽ സുഹാസിനി പറഞ്ഞിട്ടുണ്ട്. അതിനോട് സാറിൻ്റെ അഭിപ്രായം എന്താണ്? അത് അവരുടെ അഭിപ്രായമല്ല. സാറിന് ഞാനതിന് മുമ്പ് കല്യാണം കഴിച്ചു. എനിക്കതുകൊണ്ടൊരു തകരാറുമില്ല. ഞാൻ സിനിമയിൽ നായകന്മാരിൽ സിനിമയിൽ നിന്ന് കല്യാണം കഴിക്കാത്തയാണ്.